പാലക്കാട് കുറ്റിനോട് വാവന്നൂരിൽ ജുമാ മസ്ജിദിൽ നിന്ന് ഐഫോൺ കവർന്നു. ഇന്ന് വൈകിട്ട് 4 മണിയോടെ പള്ളിയിൽ നിസ്കാരം നടക്കുന്നതിനിടെയായിരുന്നു സംഭവം. നിസ്കരിക്കാനെന്ന രീതിയിൽ പള്ളിയിലേക്ക് കയറിയ യുവാവ് ജനൽപ്പടിയിൽ ഉണ്ടായിരുന്ന മൊബൈൽ മോഷ്ടിക്കുകയായിരുന്നു. നിഖിൽ പ്രമേഷ് പാലക്കാട് വിശദാംശങ്ങളുമായി ചേർന്നു. നിഖിൽ, വിവരങ്ങൾ ഇയാളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും സുഹൈൽ, ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ പ്രതിയെ കുറിച്ചുള്ള വിവരങ്ങൾ. എന്തായാലും ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കൂറ്റനാട് വാവന്നൂരിലെ ജുമാ മസ്ജിദിലെത്തിയാണ് യുവാവ് ഐഫോൺ കവരുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഈ യുവാവ് നിസ്കരിക്കാനെന്ന വ്യാജേന പള്ളിക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അവിടെ ആളുകൾ നിസ്കാരത്തിൽ ഏർപ്പെടുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ നിസ്കരിക്കാനെന്ന വ്യാജേന പള്ളിക്കുള്ളിൽ പ്രവേശിച്ച് അതിനുള്ളിൽ എന്താണ് തനിക്ക് കൊണ്ടുപോകാനുള്ളത്, തനിക്ക് മോഷ്ടിക്കാൻ എന്താണ് ഉള്ളതെന്ന് ഈ യുവാവ് പരതുന്നു. ജനലിനരികിൽ ഒരു ഐഫോൺ ഇരിക്കുന്നുണ്ട് എന്ന് കണ്ടതിനെ തുടർന്ന് പൊടുന്നനെ തന്നെ യുവാവ് ഈ ഹാളിൽ നിന്ന്, നമസ്കാരം നടക്കുന്ന ഹാളിൽ നിന്ന് തന്റെ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. മറ്റുള്ള ആളുകൾ അവിടെ നിസ്കാരത്തിൽ മുഴുകിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന ഈ യുവാവ് പുറത്തുകൂടെ പോയി ജനലിലൂടെ കൈയിട്ട് ആ മൊബൈൽ ഫോൺ അവിടെ നിന്ന് എടുത്ത ശേഷം കടന്നു കളയുകയാണ്. ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോൺ കാണാതെ അതിനെ തുടർന്ന് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇവിടെ വന്നുപോയ യുവാവാണ് ഇത് മോഷ്ടിച്ചത് എന്നുള്ളത് വ്യക്തമായത്. വാവന്നൂർ സ്വദേശിയായ മൊബൈൽ ഫോണിന്റെ ഉടമ ചാലിശ്ശേരി പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. പ്രതിയുടെ CCTV ദൃശ്യവും ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നു. സൈബർ സെല്ലിന് ഈ ദൃശ്യങ്ങൾ കൈമാറിയതായി ചാലിശ്ശേരി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ പ്രതിയുടെ മുഖം വ്യക്തമായതിനാൽ അധികം വൈകാതെ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ്. സുഹൈൽ, ഇങ്ങനെയാണ് വിശദാംശങ്ങൾ.